അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 3ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. അദബ് പബ്ലിക്കേഷൻ വാർഷിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വിഷയത്തിൽ നിന്നും 50 മാർക്കിൻ്റെ 8 വീതം ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയതാണ് പുസ്തകം. ടോട്ടൽ 40 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. ആ പുസ്തകം ആവശ്യമുള്ളവർ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലൂടെ ബന്ധപ്പെട്ടാലും മതി. അപ്പോൾ നമുക്ക് പാഠം നോക്കാം. അദ്ദർസു സാലിസു, 3ാമത്തെ പാഠം. ലാ തക്ദിബ് അബദൻ. ലാ തക്ദിബ്, നീ കളവ് പറയരുത്. അബദൻ, ഒരിക്കലും. ഒരിക്കലും നീ കളവ് പറയരുത്. ഖറജ തിഫ്ലുൻ, ഒരു കുട്ടി പുറപ്പെട്ടു. കുട്ടി പുറപ്പെട്ടു. ഇലാ ബഗ്ദാദ, ബഗ്ദാദിലേക്ക്. യതുലുബു, ആ കുട്ടി തേടുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു. അൽ ഇൽമ, ഇൽമിനെ, അറിവിനെ. അപ്പോൾ അറിവ് അന്വേഷിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് ഒരു കുട്ടി പുറപ്പെട്ടു. അഅ്തതുഹു, ആ കുട്ടിക്ക് നൽകി. ഉമ്മുഹു, ആ കുട്ടിയുടെ ഉമ്മ. 40 ദീനാറൻ, 40 ദീനാർ, 40 സ്വർണ്ണ നാണയം. അപ്പോൾ കുട്ടിയുടെ ഉമ്മ ആ കുട്ടിക്ക് 40 സ്വർണ്ണ നാണയം നൽകി. വഖാലത്ത് ലഹു, ഉമ്മ കുട്ടിയോട് പറഞ്ഞു. ഉസ്തുഖ്, നീ സത്യം പറയുക. വലാ തക്ദിബ്, നീ കളവ് പറയരുത്. അബദൻ, ഒരിക്കലും. ഉമ്മ കുട്ടിയോട് പറഞ്ഞു, നീ സത്യം മാത്രം പറയുക, ഒരിക്കലും നീ കളവ് പറയരുത്. സാഫറ ത്വിഫ്ലു, കുട്ടി യാത്ര പോയി. മാ ഖാഫിലത്തിൻ, ഒരു സംഘത്തോടു കൂടെ. ഖാഫില എന്ന് പറഞ്ഞത് ഒരു സംഘത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഖാഫില. ഒരു സംഘം ആളുകളോട് കൂടെ കുട്ടി യാത്ര പോയി. വഫി ത്വരീഖി, വഴിയിൽ. അഖദൽ ഖാഫിലത, ഖാഫിലയെ പിടിച്ചു, ആ സംഘത്തെ പിടിച്ചു. ജമാഅത്തുൻ മിനൽ ലുസൂസി, കൊള്ളക്കാരിൽ നിന്ന് ഒരു സംഘം ആളുകൾ. ലുസൂസ് എന്ന് പറഞ്ഞാൽ കള്ളന്മാർ. ലിസുവിൻ്റെ ജമാണ്, ബഹുവചനമാണ് ലുസൂസ്. ലിസു പറഞ്ഞാൽ കള്ളൻ, ലുസൂസ് കള്ളന്മാർ. അപ്പോൾ കൊള്ളക്കാരിൽ നിന്ന് ഒരു സംഘം ആളുകൾ ആ ഖാഫിലയെ, ആ സംഘത്തെ പിടിച്ചു. ഫസഅല, പിന്നെ ചോദിച്ചു. ലിസുൻ, കള്ളൻ ചോദിച്ചു. മിൻഹും, അവരിൽപ്പെട്ട, ആ കൊള്ളക്കാരിൽപ്പെട്ട കള്ളൻ ചോദിച്ചു. അത്വിഫ്ല, കുട്ടിയോട്. അപ്പോൾ ഫസഅല ലിസുൻ മിൻഹും ത്വിഫ്ല, കൊള്ള സംഘത്തിൽ നിന്നുള്ള ഒരു കള്ളൻ കുട്ടിയോട് ചോദിച്ചു. മാ മഅക, നിൻ്റെ അടുക്കൽ എന്താണ് ഉള്ളത്. മാ, എന്താണ്. മഅക, നിൻ്റെ അടുക്കൽ ഉള്ളത്. നിൻ്റെ അടുക്കൽ എന്താണുള്ളത്. ഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു. ഖാല, കുട്ടി പറഞ്ഞു. മഈ, എൻ്റെ അടുക്കൽ. 40 ദീനാറൻ, 40 സ്വർണ്ണ നാണയങ്ങളുണ്ട് എന്ന് കുട്ടി പറഞ്ഞു. വന്ന ലിസു, കള്ളൻ ഭാവിച്ചു. അന്ന ത്വിഫ്ല, തീർച്ചയായും കുട്ടി. യക്ദിബു, കളവ് പറയുകയാണ് എന്നാണ് കള്ളൻ ഭാവിച്ചത്. കാരണം കുട്ടിയല്ലേ, കുട്ടിയുടെ കയ്യിൽ ഇത്രയൊന്നും ക്യാഷ് ഉണ്ടാവുകയില്ലല്ലോ, സ്വർണ്ണ നാണയം ഉണ്ടാവുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് കള്ളൻ ഭാവിച്ചു. അന്ന ത്വിഫ്ല, തീർച്ചയായിട്ടും കുട്ടി. യക്ദിബു, കളവ് പറയുകയാണെന്ന് ഭാവിച്ചു. ഫദഹബ ബിഹി, ഫദഹബ, ശേഷം പോയി. ബിഹി, കുട്ടിയെയും കൊണ്ട്. ഇലാ കബീരിൽ ലുസൂസി, കൊള്ളത്തലവനിലേക്ക്. ലുസൂസ് പറഞ്ഞ കള്ളന്മാർ, കൊള്ളക്കാർ. കബീറിനെ വലിയവൻ, അതായത് കൊള്ളത്തലവൻ. കൊള്ളത്തലവനിലേക്ക് പോയി. ഫസഅല, പിന്നെ അദ്ദേഹം ചോദിച്ചു, കൊള്ളത്തലവൻ ചോദിച്ചു. അത്വിഫ്ല, കുട്ടിയോട്. മാ മഅക, നിൻ്റെ അടുക്കൽ എന്താണുള്ളത്. ഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു. മഈ, എൻ്റെ അടുക്കൽ. 40 ദീനാറൻ, 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. വ അഖ്റജ, കുട്ടി പുറപ്പെടുവിച്ചു. മാ, ഒന്ന് പുറപ്പെടുവിച്ചു. മാഹു, ആ കുട്ടിയുടെ കൂടെയുള്ള, കുട്ടിയുടെ അടുത്തുള്ള ഒന്ന് പുറപ്പെടുവിച്ചു. അതായത് സ്വർണ്ണ നാണയം പുറപ്പെടുവിച്ചു. പിന്നെ ധനാനിയർ, സ്വർണ്ണ നാണയങ്ങളിൽ നിന്ന്. അപ്പോൾ അത് എടുത്ത് കാണിച്ചു കൊടുത്തു. അത് കക്ഷത്തിൻ്റെ താഴെയായിട്ട് തുന്നിച്ചേർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ ധനാനീർ സ്വർണ്ണ നാണയങ്ങളിൽ നിന്ന് കുട്ടിയുടെ അടുക്കലുള്ളത് കുട്ടി പുറപ്പെടുവിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഫസഅലഹു പിന്നെ കുട്ടിയോട് ചോദിച്ചു. കബീറുൽ ലുസൂസി കൊള്ളത്തലവൻ ചോദിച്ചു. മാ ഹമലക നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അല സുദ്ഖി സത്യം പറയുന്നതിന് മേൽ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? എല്ലാവരും കളവ് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൊള്ളക്കാർ ചെക്ക് ചെയ്യുമ്പോൾ കയ്യിൽ പലതും ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടി മാത്രം കളവൊന്നും പറയാതെ സത്യം മാത്രം പറഞ്ഞു. അത് ഭയങ്കര അത്ഭുതമായി. അത് മാ ഹമലക്ക എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അത്ഭുതത്തിന് വേണ്ടിയിട്ടാണ്. മാ ഹമലക്ക നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? അല സുദ്ഖി സത്യം പറയുന്നതിൻ്റെ മേൽ. അജാബ തുഫ്ലു കുട്ടി ഉത്തരം നൽകി. ഔസത്തിനി ഉമ്മി എൻ്റെ ഉമ്മ എന്നോട് വസിയ്യത്ത് ചെയ്തു. ബിസ്സുദ്ഖി സത്യം പറയൽ കൊണ്ട്. അപ്പോൾ സത്യം പറയാൻ വേണ്ടി എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വക്കാലത്ത് ഉമ്മ പറഞ്ഞു ലീ എന്നോട്. വക്കാലത്ത് ലീ എന്നോട് ഉമ്മ പറഞ്ഞു ലാ തക്ദിബ് അബദൻ ഒരിക്കലും നീ കളവ് പറയരുത്. ഇതൻ ബക്കാ കബീറുൽ ലുസൂസി ഇതൻ അപ്പോൾ ബക്കാ കബീറുൽ ലുസൂസി കൊള്ളത്തലവൻ കരഞ്ഞു. കുട്ടിയുടെ സത്യസന്ധത കണ്ട് കൊള്ളത്തലവൻ കരഞ്ഞു. വക്കാല കൊള്ളത്തലവൻ പറഞ്ഞു യാ ബുനയ്യ എൻ്റെ മോനെ അൻത നീ തഖാഫു നീ ഭയപ്പെടുന്നു അൻ താസിയ ഉമ്മക്ക നിൻ്റെ ഉമ്മയോട് അനുസരിക്കാതിരിക്കാൻ അനുസരണക്കേട് കാണിക്കാൻ നീ ഭയപ്പെടുന്നു. നിൻ്റെ ഉമ്മയോട് അനുസരണക്കേട് കാണിക്കാൻ നീ ഭയപ്പെടുന്നു. വാന ഞാൻ ലാ ഖാഫു ഞാൻ ഭയപ്പെടുന്നില്ല. അൻ ആസിയ റബ്ബി എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല. നീ നിൻ്റെ ഉമ്മയോട് അനുസരണക്കേട് കാണിക്കാൻ ഭയപ്പെടുന്നു. ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കാൻ ഭയപ്പെടുന്നില്ല. ഫതാബ ഇലല്ലാഹി അള്ളാഹുവിലേക്ക് കൊള്ളത്തലവൻ തോബ ചെയ്ത് മടങ്ങി, ഖേദിച്ചു മടങ്ങി, പശ്ചാത്തപിച്ചു മടങ്ങി. വതാബ തോബ ചെയ്തു, ഖേദിച്ചു മടങ്ങി. മാഹു കൊള്ളത്തലവനോട് കൂടെ ജമീഉൽ ലുസൂസി മുഴുവൻ കൊള്ളക്കാരും. ഇസ്തഹറ പ്രസിദ്ധമായി, ഹാദ് തിഫ്ലു ഈ കുട്ടി പ്രസിദ്ധമായി, ഫീമാ ബാദു ഇതിന് ശേഷം ഈ സംഭവം നടന്നതിന് ശേഷം പ്രസിദ്ധമായി, ബിസ്മി നാമം കൊണ്ട് പേരുകൊണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന നാമം കൊണ്ട്, അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേര് കൊണ്ട് പ്രസിദ്ധമായി. അബ്ദുൽ ഖാദിർ എന്നാണ് പേര്, ജീലാനി എന്നുള്ളത് നാടിൻ്റെ പേരാണ്. നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ്, അതായത് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ കുട്ടി. ഇതാണ് നമ്മുടെ പാഠം. ഇനി അടുത്ത തദ്രീബാത്താണ്. തദ്രീബാത്ത് വേറെ വീഡിയോ ആയിട്ട് വിടാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.